ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ പുതിയ ലുക്കിൽ ഞാൻ എങ്ങോട്ടേക്കാണെന്നല്ലേ, ഒരു യാത്ര തന്നെയാണ് ഇന്നും. ഞാൻ എൻ്റെ സാരഥി വെയിറ്റ് ചെയ്താണ് ഈ നിൽക്കുന്നത്. ഇത് എൻ്റെ നാട് തേക്കിൻകാടാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് യാത്ര പോകുന്നത്. അങ്ങനെ എന്നെ കൊണ്ടുപോകാനുള്ള ആളെത്തി ഇതാ ഇവളായിരുന്നു. അങ്ങനെ ട്രിപ്പിനുള്ള 4 പേരും എത്തി. ഞങ്ങൾ 8:30 മണിക്ക് കിളിമാനൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നടക്കുമെന്ന് ഒട്ടും ഉറപ്പില്ലാത്തൊരു ട്രിപ്പായിരുന്നു. കാരണം ഇതുവരെ നമ്മളിങ്ങനെ ലോങ് ഒരു ട്രിപ്പും പോയിട്ടില്ല. കോളേജ് കഴിഞ്ഞിട്ട് 10 കൊല്ലം ആയെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അത് ചിലപ്പോൾ മിക്കപ്പോഴും ലുലു മാള് ഇല്ലെങ്കിൽ കിളിമാനൂർ, ഇവിടെ അല്ലാതെ ഞങ്ങൾ ദൂരോട്ട് എങ്ങും ഒരു ട്രിപ്പായിട്ട് പോയിട്ടില്ല. അപ്പം ഒരു ദിവസം നമ്മളെ കൂട്ടത്തിൽ ഇവൻ വിളിച്ചിട്ട്, ജയകാന്ത് വിളിച്ചിട്ട് പറയാണ്, നമുക്കൊരു ട്രിപ്പ് പോകണം, ഡേറ്റ് ഇന്ന ദിവസം ഇന്ന സ്ഥലം, ഇതിൽ ആർക്കെങ്കിലും പറ്റാതെ ഉണ്ടെങ്കിൽ അവർ തന്നെ അടുത്ത ഡേറ്റ് തീരുമാനിക്കുക, അടുത്ത സ്ഥലം തീരുമാനിക്കുക, ഡേറ്റ് അറിയിക്കുക. ഇങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഭാഗ്യം കൊണ്ട് ഈ പറഞ്ഞ ഡേറ്റിൽ നമ്മൾ 4 പേരും ഓക്കെ ആയിരുന്നു. എങ്കിൽ പോലും ഒരാളൊന്ന് ബാക്ക് വലിഞ്ഞിരിക്കുമായിരുന്നു. കാരണം ഈ പറഞ്ഞ കണക്ക് ബാക്കി 3 ഗേൾസിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കണമല്ലോ. അതുകൊണ്ട് ഒരാളൊന്ന് ബാക്ക് വലിഞ്ഞ് നിൽക്കിയിരുന്നു. പോകുന്നതിൻ്റെ തലേന്ന് വരെ നടക്കുമെന്ന് തീരെ ഉറപ്പില്ലായിരുന്നു. എങ്കിലും അവളും സെറ്റായി. അങ്ങനെ നടക്കുമെന്ന് തീരെ പ്രതീക്ഷയില്ലാത്ത ഈ ട്രിപ്പ് നടന്നതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളിതാ ട്രിപ്പ് ആരംഭിച്ചു. പോകും വഴിക്ക് 4 പേർക്കും വിശക്കുന്നുണ്ട്. എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ ഇതാ ഈ ഹോട്ടൽ കണ്ടു. അങ്ങനെ ഞങ്ങൾ 4 പേരും അവിടെ കയറി 4 പേർക്കും വേണ്ട ഫുഡുകൾ ഓർഡർ ചെയ്തു. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നുമില്ലായിരുന്നു. അതിൽ അവന് മാത്രം ദോശയും ഞങ്ങൾ 3 പേരും പെറോട്ടയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സെൽഫിയാണല്ലോ മുഖ്യം. അങ്ങനെ ആദ്യത്തെ സെൽഫി അവിടെ നിന്നും എടുത്തു തുടങ്ങി. അങ്ങനെ ഇതാ വീണ്ടും യാത്ര ആരംഭിച്ച് ഞങ്ങൾ തെന്മല എത്തിയിട്ടുണ്ട്. തെന്മല ചെന്ന് ഞങ്ങൾ എടുത്തത് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള ടിക്കറ്റാണ്. ഒരാൾക്ക് 480 രൂപയാണ്. അങ്ങനെ 4 പേർക്കുള്ള ടിക്കറ്റും എടുത്ത് ഞങ്ങളിതാ അങ്ങോട്ടേക്ക് പോവുകയാണ്. സത്യം പറയാലോ, ഈ റൂട്ട് നല്ല അടിപൊളി റോഡും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. നമുക്ക് സമാധാനമായിട്ട് യാത്ര ചെയ്യായിരുന്നു. അതുപോലെ തന്നെ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ലൊരു അന്തരീക്ഷമായിരുന്നു. നമുക്ക് നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു. അങ്ങനെ 4 വാഹനങ്ങളും കൂടി അതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. ഈ 4 പേരിൽ എനിക്കൊഴികെ ബാക്കി 3 പേർക്കും ജോലിയുള്ളവരാണ്. 3 പേരും 3 മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങൾ ഈ പറയുന്ന പോലെ എന്നും കാണുന്നവരോ എന്നും മെസ്സേജ് അയക്കുന്നതോ എന്നും വിളിക്കുന്നവരോ അല്ല. പക്ഷേ നമുക്ക് എപ്പോൾ കണ്ടാലും ആ പഴയ വൈബിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നവരാണ്. അങ്ങനെ ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വീണ്ടും അവരോടൊപ്പം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഫാമിലിയോട് പോകുന്നത് ഒരു ഫീലിങ്സാണ്, നമ്മുടെ ഫ്രണ്ട്സിനോട് പോകുന്നത് മറ്റൊരു ഫീലിങ്സാണ്. പണ്ടൊക്കെ കല്യാണത്തിന് മുന്നേയൊക്കെ നമ്മളെ അച്ഛൻ പറയുമായിരുന്നു, എന്നുവെച്ചാൽ ചെറിയ ചെറിയ ട്രിപ്പൊക്കെ അച്ഛൻ കൊണ്ടുപോകും. വലുതായിട്ടൊക്കെ അച്ഛൻ പറയും, അത് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അവരോടൊപ്പം പൊക്കുമെന്ന് പറയും. ദൈവം സഹായിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഇടങ്ങളിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും ചേട്ടൻ കൊണ്ടുപോകാറുമുണ്ട്. അതിനോടൊപ്പം നമ്മളെ ഫ്രണ്ട്സിനോടൊപ്പം പോകുന്നത് അതൊരു വേറെ ഫീലിങ്സാണ്. അതിന് പറ്റുന്നതും എന്തോ ഒരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ബോട്ടിങ്ങിനായിട്ട് കുറച്ച് സമയം നമ്മൾ ചിലവഴിച്ചു. പിന്നെ അവിടെ കുറച്ച് അഡ്വഞ്ചറായിട്ടുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ കയറി. എന്താ പറയുക, നമ്മൾ ഒരുപാട് നാൾ കാണാതിരുന്ന് ഒരുമിച്ച് കാണുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ നമുക്ക് അന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. നമ്മൾ ആ കോളേജ് ലൈഫിലേക്കൊക്കെ തിരിച്ച് പോകാമെന്ന് പറയില്ലേ, ഇതിൽ ഇവനെ മാത്രമേ ഉള്ളൂ കോളേജ് ലൈഫിൽ നിന്ന് കിട്ടിയത്. ബാക്കി 2 നമുക്ക് സ്കൂൾ ലൈഫിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഈ സത്യം പറയാലോ, ഇതൊരു അഡ്വക്കേറ്റാണ്. അവളുടെ ആ ഒരു കോപ്രായങ്ങൾ കണ്ട ഒരു അഡ്വക്കേറ്റാണെന്ന് പറയൂ. അങ്ങനെ നമ്മൾ 4 പേരും നമുക്ക് പറ്റാവുന്നതിലെല്ലാം എല്ലാ ഐറ്റംസിലൊക്കെ കയറി വളരെ സന്തോഷത്തോടെ ആ ഒരു ദിവസം കടന്നുപോയി. ഇവിടുത്തെ ഈ അഡ്വഞ്ചർ ഗെയിംസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കറക്റ്റ് ഒരു 1:15 ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡും കഴിച്ച് പിന്നീട് നമ്മളവിടെ നിന്നില്ല. കാര്യം നമുക്ക് ഈ 4 പേർക്കും തിരിച്ച് നേരത്തെ വീടുകളിൽ എത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളവിടെ നിന്ന് 1:15 ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഫുഡും കഴിച്ച്
ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പോകും വഴി അത്യാവശ്യം കുറേ സെൽഫികളും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ 4:30 മണിക്ക് കിളിമാനൂർ എത്തുകയും ചെയ്തു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറച്ച് നല്ല അധിക നിമിഷങ്ങൾ കിട്ടിയൊരു ദിവസമായിരുന്നു ഇത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.